ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിക്കീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. ആദ്യമായിട്ടല്ല, ഇത് രണ്ടാമത്തെ തവണയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ തവണ നമ്മൾ ഈ കേക്കിൻ്റെ ടേബിളും മറ്റേ ഇതുണ്ടാക്കുന്ന ആ സാധനങ്ങളൊന്നും ഇല്ലാതാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കിട്ടിയപ്പം ഒന്നുകൂടി ഒരെണ്ണം ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം ഞാനിവിടെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ മാവ് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആവാനായിട്ട് ചൂട് പാലിൽ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 50 ഗ്രാം ബട്ടർ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 1/4 കപ്പ് പഞ്ചസാര നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ ഒരു 3 മുട്ട നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 3 തവണയായിട്ടാണ് മാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഇവിടെ ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയൊക്കെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇതുപോലെ ഒരു പഴയ പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ പാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇത് പാത്രം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മൂടിയും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഞാൻ സിമ്മിലിട്ടിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്.
1/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അത് നന്നായിട്ട് ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നൂല് വെച്ചിട്ട് ഇതുപോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചതിൻ്റെ ബാക്കി ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും കൂടി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമിന് മധുരം കുറവായത് കാരണം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഓരോ ലെയറിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കൂടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കും സെയിം ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ മുകൾ ഭാഗം താഴെയായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്കും കൂടി ഷുഗർ സിറപ്പ് ബാക്കിയുള്ളത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് മുഴുവനായിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തതിന് ശേഷമാണ് ഇത് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നത്.
ഇവിടെ നന്നായിട്ട് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്ര ഭംഗി കുറവൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ അറ്റത്തോടെ ഒരു സ്പൂണിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിൽ കയ്യിൽ കിട്ടിയ ഏതോ ഒരു ഡിസൈനാണ് ഇത് വെച്ചിട്ട് ഇതുപോലെ കൊടുത്ത് എടുക്കുന്നുണ്ട്. സെൻറ്ററിൽ ഞാൻ അതുപോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. പിന്നെ ഞാൻ അത് വെച്ചിട്ട് ഒരു ഡിസൈൻ അങ്ങ് ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പം ഞാനിങ്ങനെ മുഴുവനായിട്ട് പിന്നെ സെൻറ്ററിൽ കൂടെ ചോക്ലേറ്റ് സിറപ്പ് ബാക്കിയുണ്ടായിരുന്നെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ അതൊക്കെ ഒരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ കാണാൻ കേട്ടോ. ഞാൻ ലാസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എൻ്റെ മുകളിൽ കൂടി ഒരു ഡിസൈൻ പോലെ ചെയ്തു. അപ്പോൾ ഇപ്പം കാണാം നമ്മുടെ ഡിസൈൻ എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ചെയ്ത് ആദ്യമായിട്ടല്ലേ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, ബൈ ബൈ.